ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടന്മാരിൽ ഞങ്ങളെ രക്ഷിക്കണമേ. തിരുവനന്തപുരം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നേർച്ചകളെല്ലാം കൃത്യമായി നിറവേറ്റ ശക്തികൾ ദൃഢമായി വിശ്വസിക്കുന്ന ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. അപകടങ്ങളിൽ അവരെ ഐശ്വര്യത്തിന്റെ അടിസ്ഥാനമായ സമാധാനവും പരസ്പര ധാരണയും ഈ അന്തരീക്ഷത്തിൽ പുഷ്പിച്ചു നൽകട്ടെ. കുടുംബ തലവന്മാർ വിശ്വാസത്തിലും ദൈവഭക്തിയിലും മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ. കുട്ടികൾ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും സമരരാകട്ടെ. ഈ സമൂഹത്തെയും ഇതിനകങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അവിടുന്ന് നമുക്ക് ജീവൻ നൽകി നമ്മുടെ വഴി പോകുവാൻ അനുവദിച്ചില്ല. ആനന്ദത്തിലേക്ക് നമ്മെ ആനയിച്ചു അങ്ങയുടെ ഭവനത്തിലേക്ക് ഞാൻ വരുന്നു. അവിടെ എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. അവ സങ്കടകാലത്ത് ഞാൻ നേർന്നവയാകുന്നു. കൊഴുത്തമറകളെയും കോലാടുകളെയും ദഹനബലിയായി ഞാൻ സമർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമായ പരിശുദ്ധ സുവിശേഷം സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: ഇതൊരു വിജന പ്രദേശമാണല്ലോ, നേരവും വൈകിരിക്കുന്നു. ജനങ്ങളെ പറഞ്ഞയക്കുക, അവർ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങട്ടെ. ഈശോ മറുപടി പറഞ്ഞു: അവരെ അങ്ങനെ പറഞ്ഞയക്കരുത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഞങ്ങളുടെ അടുത്തുള്ളൂ എന്ന് അവർ അറിയിച്ചു. അത് ഇവിടെ കൊണ്ടുവരിക എന്ന് ഈശോ ആജ്ഞാപിച്ചു. ജനങ്ങളോട് പുറത്തുവരയിൽ ഇരിക്കുവാൻ നിർദ്ദേശിച്ചിട്ട് ഈശോ അപ്പവും മത്സ്യവും എടുത്ത് സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുടിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ അവർ ശേഖരിച്ച് അത് 12 കൊട്ടയുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ ഏകദേശം 5000 പേരായിരുന്നു. അങ്ങയുടെ സംരക്ഷണത്തിന് കൃതജ്ഞതയായി നോഹ സമർപ്പിച്ച ബലി പോലെയും വിധവയുടെ കൊച്ചുകാശ് പോലെയും ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കാരുണ്യപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവരുടെ മേലും അങ്ങയുടെ അനുഗ്രഹം സമർത്ഥമായി വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പിടിനേർച്ചയോടൊപ്പം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിയോഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഈ സമൂഹത്തിന്റെ നായകനായിരുന്നുകൊണ്ട് വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് സമർപ്പിച്ച ബലികളും കാഴ്ചകളും ഞങ്ങൾ അനുസ്മരിക്കുന്നു. അവരുടെയും അങ്ങേ സ്നേഹിതന്മാരുടെയും ലോകമെങ്ങുമുള്ള വിശ്വാസങ്ങളുടെയും ബലിയർപ്പണത്തോടെ യോജിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ചെറിയ നേർച്ചയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഈ ഭക്ഷണപദാർത്ഥങ്ങളെയും അങ്ങയുടെ പരിപാലന പ്രദേശത്ത് നിൽക്കുന്ന ഞങ്ങളെയും ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നാളത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. പിടിനേർച്ച ഉണ്ടാക്കാറുള്ളവർ രാവിലെ തന്നെ എത്തണം. ചുരണ്ടിയ തേങ്ങായുമായി 45 തന്നെ എത്തണം. പിന്നെ സ്ത്രീകൾക്ക് സെറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞ് വരിക. പുറത്തേക്ക് പോയിട്ട് തിരികെ വരിക. അല്ലെങ്കിൽ ഇവിടെ നിന്നാലും പ്രശ്നമില്ല. ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്.
വാങ്ങുന്നുള്ളൂ. വാങ്ങുന്നില്ല.